അപ്പം അവിടെ വരുന്ന ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഒരു ഐസ്തെറ്റിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കരയുന്ന വെച്ചാൽ ഏറ്റവും മണ്ടനായിട്ട്, അത് എന്നോട് പറഞ്ഞ ഏറ്റവും വൃത്തികേടായിട്ട് കരഞ്ഞു. അത് ഒരു ഭംഗി ഒന്നും നോക്കണ്ട, ഭയങ്കര വൃത്തികേടായിട്ട് ഒരു ഭംഗിയും പിടിക്കാതിരുന്ന് മോശമായിട്ടിരുന്ന് കരയണം. അങ്ങനെയാണ് ഞാൻ ആ കരയിന്ന് എടുക്കുന്നത്. ഏറ്റവും മോശമായിട്ട് ഒരു ടേക്ക് പോയി രണ്ടാമത് ഏറ്റവും വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കാണാൻ കൊള്ളില്ലാത്ത ടേക്ക് ഏതാണോ അത് എടുക്കും. മലയാള സിനിമയിൽ അത് ഉണ്ടായിട്ടില്ല. ഏറ്റവും കൊള്ളില്ലാത്ത ടേക്ക് ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ടേക്ക് എങ്ങനെയാണ് ഓക്കെ ആക്കി. അത് കണ്ടിട്ടാണ് ഈ ഇത് പറയുന്ന കരയുന്ന പോലും അത് അതുപോലും ഐസ്തെറ്റിക് ആയിട്ട് കാണിക്കുന്നത്. ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ബൈജു ചേട്ടനുണ്ട്, അസീസ് ഉണ്ട്, അരുൺ ഉണ്ട്, സിജു സണ്ണി, ജോമോൻ, പിന്നെ നീരജ രാജേന്ദ്രൻ, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അസീസ് അനശ്വരയുടെ അച്ഛൻ, പിന്നെ അതുപോലെ തന്നെ ബൈജുണ്ണനാണ്. ബൈജുണ്ണ അവിടുത്തെ ഒരു സംഘാടകൻ, അങ്ങനെ പറയാം. കാര്യങ്ങൾ ഒത്തിരി പേരുണ്ട്. സിജു ജോമോൻ, പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേര് നമുക്കറിയാവുന്ന, അത്യാവശ്യം എന്താ പറയുക, ഈ പുതിയ തലമുറയ്ക്ക് അറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അവരുടെ ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. ദീപു, ഈ സിനിമയിൽ ഇത്രയും